നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അന്തരിച്ച മുൻ MLA PA മാധവന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. ലൈറ്റ് കാറ്റിൽ നിലം പതിച്ചിട്ട് 1 വർഷത്തിലേറെയായി. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തൃശൂർ ജില്ലയ്ക്ക് ഇന്ന് 77ാം പിറന്നാൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വികസന സാധ്യതകളിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കി നാട്. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും സ്വീഡനെ തകർത്ത് ഫ്രാൻസും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. ഇന്നത്തെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മണലൂർ MLAയുമായ PA മാധവന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MP TM പ്രതാപൻ, മുൻ MLA MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ ചേർന്ന് റീത്തുവെച്ചു. തുടർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, പൊതുദർശനം പൂർത്തിയായോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, പൊതുദർശനം പൂർത്തിയായി. ഇപ്പോൾ ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് PA മാധവന്റെ ഭൗതിക ശരീരം DCC അങ്കണത്തിൽ നിന്നും എടുത്തു ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 DCCയിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PA മാധവന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു. അതുപോലെ തന്നെ മണ്ഡലം, ബ്ലോക്ക് ഭാരവാഹികൾ എത്തിച്ചേർന്നിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, UDF ഘടകകക്ഷി നേതാക്കൾ എന്നിവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ PA മാധവൻ്റെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരുന്നു. നമുക്കറിയാം, ഇന്നലെ രാത്രി 11:15 എറണാകുളം റെനോ മെഡിക്കൽ സിറ്റിയിൽ വെച്ച് 4 മാസത്തെ ഗുരുതരമായ ചികിത്സയെ തുടർന്ന്, ഗുരുതരമായ അപകടത്തെ തുടർന്ന്, ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നുള്ള ചികിത്സയെ തുടർന്ന് ഇന്നലെ രാത്രി 11:15 മുതിർന്ന കോൺഗ്രസ് നേതാവ് PA മാധവൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30 ഇവിടെ എത്തിച്ചേർന്നത്. 4 മണി വരെയായിരുന്നു പൊതുദർശനം. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീടായ മുണ്ടൂരിലെ വസതിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഭൗതിക ശരീരം എത്തിക്കും. അവിടെ നാളെ രാവിലെ 9 മുതൽ 12:30 വരെയാണ് പൊതുദർശനം. അതിനുശേഷം 1 മണിയോടെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ എത്തിച്ച് അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം കൃത്യം 2 മണിക്ക് സംസ്കാര ശുശ്രൂഷകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് DCC അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ ജോസഫ് ടാജറ്റ് മൃതദേഹത്തിൽ ആദ്യമായി പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് DCC KPCC ഭാരവാഹികൾ, ICC സെക്രട്ടറി TN പ്രതാപൻ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരും, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ്, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ മേയർ, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ് തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ആംബുലൻസ്
നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ശരീരം ആംബുലൻസിലെടുത്തു വെച്ചു. അല്പസമയത്തിനകം അവിടെ നിന്ന് അത് പുറപ്പെട്ട് ഏതാനും മിനിറ്റുകൾക്കകം മുണ്ടൂരിലെ വസതിയിൽ എത്തിച്ചേരും. സൂര്യ. പി എ മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. തൃശൂർ ജില്ലയിൽ പാർട്ടിയുടെ ശക്തിയും കരുത്തുറ്റ നേതൃത്വവുമായിരുന്ന പി എ മാധവൻ എന്ന മാധവേട്ടൻ ഏറ്റവും അവസാനമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി മാധവേട്ടൻ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. DCC അധ്യക്ഷനായും മണലൂരിലെ ജനപ്രതിനിധിയായും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിൽ നിർണായക പങ്കാണ് അദ്ദേഹത്തിനുള്ളത്. മാധവേട്ടന്റെ വിയോഗം കോൺഗ്രസ് കുടുംബത്തിന് നികത്താനാകാത്ത നഷ്ടമാണ്. കുടുംബങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയത്തിലെ ഒരു കണ്ണിയാണ് പി എ മാധവന്റെ നിര്യാണത്തോടെ നഷ്ടമാകുന്നത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകളുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പി മാധവൻ രാഷ്ട്രീയത്തിനതീതമായി വലിയൊരു സൗഹൃദത്തിന്റെ ഉടമ കൂടിയാണ്. സൗമ്യമായ പെരുമാറ്റവും ലളിതമായ ജീവിതശൈലിയുമാണ് പി എ മാധവൻ എന്ന നേതാവിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത്. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ബാക്കിപത്രമായി സ്വന്തം വീടും പുരയിടവും വിൽക്കേണ്ടി വന്നപ്പോഴും ആദർശ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ മാധവേട്ടനായി അദ്ദേഹം നിറഞ്ഞു നിന്നു. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ ചില ഘട്ടങ്ങളിലെല്ലാം പ്രശ്നപരിഹാരത്തിന്റെ തെളിനീർ നൽകാൻ പി എ മാധവനുണ്ടായിരുന്നു. ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നേതാക്കൾ ശിരസാ വഹിച്ചു. ആ വാക്കുകൾക്ക് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും വില കൽപ്പിച്ചിരുന്നു. പി അച്യുതനായരുടെയും പാർവതി അമ്മയുടെയും മകനായി 1946 സെപ്റ്റംബർ 14 മുണ്ടൂരിലായിരുന്നു ജനനം. 13 വയസ്സ് മുതൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, UDF ജില്ലാ ചെയർമാൻ, DCC പ്രസിഡന്റ്, സീതാറാം മിൽ ഡയറക്ടർ, മാള സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, തൃശൂർ മത്സ്യ വിൽപ്പന സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2011 മുതൽ 2016 വരെ നിയമസഭയിൽ മണലൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഒടുവിൽ 80-ാം വയസ്സിൽ വിട പറയുമ്പോൾ പി എ മാധവൻ എന്ന പൊതുപ്രവർത്തകൻ ബാക്കിവെക്കുന്നത് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ നിസ്വാർത്ഥമായ സേവന വഴികളാണ്. പുതുതലമുറയ്ക്കുള്ള വഴിവിളക്ക് കൂടി ആ ജീവിതം കൊളുത്തിവെക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. പുതിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നായിരുന്നു വാണിജ്യ LPG സിലിണ്ടർ വർദ്ധിപ്പിച്ചിരുന്നത്. നേരത്തെ വാണിജ്യ LPG വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കിയിരുന്നു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചിരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റ് ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. ലൈറ്റ് കാറ്റിൽ നിലം പതിച്ചിട്ട് 1 വർഷത്തിലേറെയായി. 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്താണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നത്. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA ആയിരുന്ന സമയത്ത് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. കഴിഞ്ഞ മാർച്ചിലുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണതിനെ തുടർന്ന് ലൈറ്റ് നിലം പതിച്ചു. നിലത്തു വീണുകിടക്കുന്ന മിനി മാസ്റ്റ് ലൈറ്റ് തുരുമ്പെടുത്തും പുല്ലുമൂടിയും നശിക്കുകയാണ്. കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു മരം ഇവിടെ നിന്ന് മദ്രാസിന് വരെ മരം വീണ മരം ആ ലൈറ്റിന്റെ മേലെ വീണ് പോയത്. പിന്നെ അതിന് ശേഷം ഇവിടെ ആകെ ഇരുട്ടായിട്ട് നിൽക്കുക. അപ്പൊ അതൊന്ന് ശരിയാക്കിയാൽ അത്ര നല്ലതാണ്. മുപ്ലി പുഴയോരത്തുള്ള കാരിക്കടവ് ആദിവാസി ഉന്നതി പതിവായി കാട്ടാനശല്യം അനുഭവപ്പെടുന്ന സ്ഥലമാണ്. കാട്ടാനകൾ വീടുകൾക്കരികിലേക്ക് വരുന്നത് കാണാനും ഇവയെ പ്രതിരോധിക്കാനും ലൈറ്റ് സഹായകരമായിരുന്നെന്ന് ഉന്നതിയിലുള്ളവർ പറയുന്നു. വെളിച്ചില്ല, വെട്ടില്ല, പോയി ആകെ ഇരുട്ടായിട്ട് കിടന്ന സ്ഥലമാണ്. അവരോടൊന്നും വേറെ ശരിയാക്കി തരാൻ പറയും. ഞങ്ങൾക്ക് പറയാനുള്ളൂ. തകർന്ന മിനി മാസ്റ്റ് ലൈറ്റ് പ്രവർത്തനക്ഷമമാക്കി എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് ഉന്നതിയിലുള്ളവരുടെ ആവശ്യം. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചു. 100ഓളം സർവീസുകൾ നിർത്തി.
വരുമാന നഷ്ടം മൂലം പ്രതിസന്ധി അതിരൂക്ഷമായതോടെയാണ് പ്രിയദർശിനി സർവീസുകളുള്ള റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. മിക്ക റൂട്ടുകളിലും രാവിലെയും വൈകിട്ടും മാത്രമായി സർവീസ് ചുരുക്കി. തൃശൂരിൽ നിന്ന് പാലക്കാട്, ഗോവിന്ദാപുരം, കൊഴിഞ്ഞാമ്പാറ, ഗുരുവായൂർ, എറണാകുളം, ചാലക്കുടി, മാള, തൃശൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, മാള തുടങ്ങിയ റൂട്ടുകളിലാണ് ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. ഇതിനിടയിലാണ് ജില്ലയിലുള്ള 1300ഓളം സ്വകാര്യ ബസ്സുകളിൽ 100ഓളം ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചത്. പ്രിയദർശിനി സർവീസുകൾ 25% സ്വകാര്യ ബസ്സുകളെ നേരിട്ടും 50% ബസ്സുകളെ ഭാഗികമായും ബാധിച്ചുവെന്നും തൊഴിലാളികൾക്ക് പൂർണ്ണമായി ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VS പ്രദീപ് പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം 1500ഓളം സർവീസുകളിൽ ഈ പ്രിയദർശിനി സർവീസ് വന്നതോടുകൂടി ഏകദേശം 25%ഓളം ബസ്സുകൾക്ക് നേരിട്ട് തന്നെ പ്രിയദർശിനി സർവീസ് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50% ബസ്സുകൾക്ക് ഭാഗികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതോടുകൂടി യാത്രക്കാരുടെ എണ്ണം പരമാവധി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകളൊക്കെ ഇന്ന് വലിയ നഷ്ടത്തിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവ് കൂടി ആയതോടു കൂടിയിട്ട് ബസ് സർവീസ് മേഖല ജില്ലയിലാകെ സ്തംഭനത്തിൻ്റെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടിയെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. ദിവസവും 1000 മുതൽ 3000 രൂപ വരെയാണ് നഷ്ടം. ജില്ലയിലെ 4000ഓളം തൊഴിലാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10000ഓളം ആളുകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. അടുത്ത ആഴ്ച നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ മോട്ടോർ മേഖലയിലെ എല്ലാ സംഘടനകളുമായി ചേർന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും VS പ്രദീപ് പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അത് KSRTCയിൽ കൊടുത്ത പോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും സൗജന്യം കൊടുക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും സ്ത്രീകൾക്ക് സൗജന്യം ലഭ്യമാകും. അതിന് KSRTCക്ക് 0 ടിക്കറ്റിംഗ് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ ബസ്സുകളിലും 0 ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് KSRTC കൊടുക്കുന്ന ആനുകൂല്യം ഞങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണ്. ഞങ്ങളും സൗജന്യം കൊടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV തൃശൂർ. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇത് തൃശൂർ കുറ്റിപ്പുറം റോഡിലെ പുറ്റേക്കര ജംഗ്ഷൻ. പ്രദേശവാസികളിൽ പലരും ഇവിടെ വിളിക്കുന്നത് സുമതി വളവ് എന്നാണ്. കാരണം ഇവിടെ ദിവസവും അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു റോഡിൻ്റെ വീതി. ഇവിടെ ഒരു ബസ്സിന് കടന്നു പോകാൻ സാധിക്കും. ഈ റോഡ് പിന്നീട് വീതി കുറഞ്ഞ് ഒരു ബൈക്കിന് മാത്രം കടന്നു പോകാവുന്ന വീതിയിലേക്ക് മാറുമ്പോൾ വാഹനങ്ങളുമായി വരുന്നവർക്ക് അറിയില്ല ഈ റോഡ് ഇങ്ങനെ ഇവിടെ പെട്ടെന്ന് മാറുന്നു എന്നുള്ളത്. മാത്രമല്ല ഈ റോഡ് അരികിനോട് ചേർന്ന് വലിയ താഴ്ചയാണ്. ചെറിയ വാഹനങ്ങൾ മറിയാനും സാധ്യത കൂടുതലാണ്. റോഡ് വീതി കുറയുന്നു എന്ന ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അപകടങ്ങൾ കുറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡിവൈഡറിലിടിച്ച് വീതി കുറഞ്ഞ റോഡിലേക്ക് വന്ന് ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ അപകടം സംഭവിച്ച ഒരു കാറാണ് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ദിവസവും ഇതുപോലെയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഒരു കാറ് ഇതിലുള്ളവർ രക്ഷപ്പെടുന്നത് പലരുടെയും ജീവൻ പോലും തിരിച്ചു കിട്ടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു കാർ ഇവിടെ ഇടിച്ച് ഈ കാനയിലേക്ക് വന്ന ദൃശ്യമാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക്, പ്രദേശവാസികൾക്കെല്ലാം ഈ അപകടങ്ങൾ ഇപ്പോൾ നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. കാരണം ഇവർ പറയുന്നത് ഒരു വണ്ടി വന്നാൽ പോലും അവിടെ വലിയ ബ്ലോക്കാണ്. അതുപോലെ തന്നെ അപകടങ്ങളും തുടർച്ചയായ അപകടങ്ങളല്ലേ? തുടർച്ചയായ അപകടങ്ങളാണ്. ഒന്ന് ബസ്സുകാർ റോഡിലേക്ക് കയറ്റിയിട്ടാണ് നിർത്തുന്നത്, സൈഡ് ഇറക്കണില്ല. അപ്പോൾ അവർ അതിൻ്റെ ഒരു ബ്ലോക്ക്. മറ്റേ ആംബുലൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാവണത്. അവർ ബസ് ഒന്ന് ഒതുക്കി നിർത്തിയാൽ മറ്റുള്ള വണ്ടികൾക്ക് കടന്നു പോകാൻ സൗകര്യമുണ്ട്. ഒപ്പം തന്നെ ഈ സൈഡ് എഡ്ജ് മണ്ണിറക്കിയിട്ടില്ല. റോഡ് പണി കഴിഞ്ഞു, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. മണ്ണിറക്കാത്ത എഡ്ജ് വളരെയധികം എഡ്ജാണ്. എഡ്ജ് അടിച്ചിട്ട് ഒരുപാട് വണ്ടികളാണ് ഈ സ്പോട്ടിൽ വരുന്നു. അപകടങ്ങൾ ഒരുപാട് അപകടങ്ങളാണ്. സ്ഥിരം അപകടം. ആ വഴിന്ന് വരുന്നവർക്ക് എഡ്ജിലടിച്ച് ഇപ്പുറത്തെ ഡിവൈഡറിലൂടെ കയറി ഇപ്പുറത്തെ തല്ലിക്ക് സ്ഥിരമായിട്ട് ഇതാണ് സംഭവം. അപകടങ്ങൾ ആളുകൾക്ക് കൂടുതൽ പേർക്ക് പറ്റാത്ത എന്തോ ഭാഗ്യം കൊണ്ടെന്ന് പറയാം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഈ വാഹനം കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോയിരുന്ന വാഹനമാണ്. കടന്നു പോകുമ്പോൾ ഈ ഡിവൈഡറിലിടിച്ച് തിരിഞ്ഞു വന്ന് ഇവിടേക്ക് ഈ കാനയിൽ വീണ് കിടക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലഘട്ടത്തിൽ റോഡ് വീതി കൂട്ടാനായി, സ്ഥലം ഏറ്റെടുക്കാനായി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാവുക തന്നെ ചെയ്യും. പുറ്റേക്കര ജംഗ്ഷനിലെ ഈ ദുരിതം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും പറയാനുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ ജില്ലയ്ക്ക് ഇന്ന് 77ാം പിറന്നാൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വികസന സാധ്യതകളിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ നാട്.
ചെണ്ടപ്പുറത്ത് കോലു വീഴുന്ന ഇടങ്ങളിലെല്ലാം ആവേശ സമുദ്രത്തിൽ ആൾത്തിര ആഞ്ഞടിക്കുന്ന നാട്. ലോകം മുഴുവൻ കണ്ണയക്കുന്ന തൃശൂർ പൂരത്തിന്റെ പേരും പെരുമയും കൊണ്ട് പുകൾപ്പെട്ട ശക്തന്റെ തട്ടകം. പുലികളുടെ രൗദ്രഭാവങ്ങൾ കടും ചായം പൂശുന്ന കുമ്മാട്ടിക്കൂട്ടങ്ങളുടെ ഉത്സവതാളം കേൾക്കുന്ന മണ്ണ്. 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന സാംസ്കാരിക പാരമ്പര്യം തൊങ്ങൽ ചാർത്തുന്ന ഭൂപ്രദേശം. മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിലെ സമുദ്ര കവാടം വാതിൽ തുറന്നിരുന്നത് ഭാരതമെന്ന രാജ്യത്തേക്ക് കൂടിയായിരുന്നു. AD 52 തോമാസ് ലീഹ ആ മണ്ണിൽ കാലുകുത്തുമ്പോൾ ക്രിസ്തുമതം യൂറോപ്പിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ ഹൈന്ദവ വേദധാരയും ബുദ്ധമതവും ഈ മണ്ണിൽ വേരുറപ്പിച്ചിരുന്നു. ഇസ്ലാം മതവും ജൂതമതവും ഇന്ത്യയിലേക്ക് കാലെടുത്തു വെച്ചതും ഈ കവാടം തുറന്നാണ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും സ്ഥാപിക്കപ്പെട്ടതും ഇവിടെ തന്നെ. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന് ആധുനിക മുഖം നൽകിയത്. വൃത്താകൃതിയിലുള്ള നഗരകേന്ദ്രവും തൃശൂർ പൂരവുമെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങളായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1949 ജൂലൈ 1 തൃശൂർ ജില്ല നിലവിൽ വന്നത്. 1956 കേരളപ്പിറവിക്ക് ശേഷം ജില്ലയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി. അന്ന് തൃശൂരിൽപ്പെട്ടിരുന്ന ചിറ്റൂർ താലൂക്ക് പാലക്കാട് ജില്ലയോട് ചേർത്തു. പഴയ മലബാർ പ്രദേശമായിരുന്ന ചാവക്കാട് ഉൾപ്പെടുന്ന പൊന്നാനി താലൂക്കിന്റെ ചില ഭാഗങ്ങൾ തൃശൂരിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കേരളത്തിന്റെ തെക്കേ അറ്റത്തു നിന്നും വടക്കേ അറ്റത്തു നിന്നും ഏകദേശം ഒരേ ദൂരത്തിൽ സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്നതാണ് തൃശൂരിന്റെ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. വിസ്തൃതമായ വനഭൂമികളും മലനിരകളും ജലസമൃദ്ധമായ നദികളും ഇടനാടൻ സമതലങ്ങളും മനോഹരമായ കടൽ തീരങ്ങളും കൊണ്ട് സമ്മിശ്രമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ജില്ല വൻ വികസന സാധ്യതകളിലേക്കാണ് വാതിൽ തുറക്കുന്നത്. ആ പ്രതീക്ഷകളുടെ ചിറകിലേറി പുതുവഴികളിലേക്ക് കാൽവയ്ക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തയിലേക്ക്. അതിരപ്പിള്ളി തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലക്കപ്പാറ പോലീസും വനം വകുപ്പ് വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. പാവറട്ടി സ്വദേശി 55 വയസ്സുള്ള അർജുനനെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ അതിരപ്പള്ളി ഭാഗത്തു നിന്നും മലക്കപ്പാറ ഭാഗത്തേക്ക് പോയ പാവറട്ടി സ്വദേശികളുടെ വാഹനം തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വെച്ച് കാഴ്ച കാണാൻ റോഡ് സൈഡിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടിയിൽ നിന്നും ജയൻ ചേരുന്നു. ജയൻ, എപ്പോഴായിരുന്നു സംഭവം? ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഏകദേശം ഒരു മണിക്ക് ശേഷമായിരുന്നു മലക്കപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് വിനോദയാത്രയ്ക്ക് എത്തിയ അർജുൻ എന്നയാൾ, പാവറട്ടി സ്വദേശിയാണ്. ഇയാൾ താഴേക്ക് പോയത്. സാധാരണ രീതിയിൽ വലിയ രക്ഷപ്പെടലിന് സാധ്യതയില്ലാത്ത ഭാഗമാണ്. അപകടമുണ്ടായാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു ഭാഗമാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ സ്ഥലം. അഗാധമായ കൊക്കയും മറ്റ് കിഴക്കൻ തൂക്കായ പാറകളും എല്ലാം അടങ്ങുന്നതാണ് ഈ ഭാഗം. പക്ഷേ ഈ പാവറട്ടി സ്വദേശിയായ അർജുൻ മുകളിൽ നിന്നും ഇഴുകി വീണപ്പോൾ മരങ്ങളും അതുപോലെ മറ്റ് കുറ്റി ചെടികളുമെല്ലാം തടഞ്ഞ് ഏകദേശം ഒരു 30 അടി താഴ്ചയോളം എത്തിയുള്ളൂ. പിന്നീട് അതിലും ഒരു 3 ഇരട്ടി താഴ്ചയും ഒക്കെ ഈ ഭാഗത്തുണ്ട്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഈ മലക്കപ്പാറ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൊക്കയും മറ്റുമാണ് ഈ ഭാഗത്ത് ഉള്ളത്. സാധാരണ പല വിനോദയാത്ര സംഘങ്ങളും ഇവിടെ എത്തിയ വ്യൂ പോയിന്റിൽ നിന്നും മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ നിൽക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൈഡിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ഇതെല്ലാം ചെയ്യുക. കാരണം ഇവിടെ ഏത് സമയത്തും അപകടം പതിയിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് എല്ലാ വിനോദയാത്രക്കാരെയും ഗൈഡുമാർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ പാവറട്ടിൽ നിന്നെത്തിയ ഈ 6 അംഗ സംഘം ചെന്ന ഉടനെ തന്നെ ഈ അർജുൻ കാൽ വഴുതി വീഴുകയായിരുന്നു. പിന്നീട് വിവരം പറഞ്ഞ മലക്കപ്പാറ SI ജെയ്സന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തുകയും അതുപോലെ ഈ സംഘത്തിലുണ്ടായിരുന്ന അനുരാജ് എന്നയാൾ ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു. വളരെ ഭഗീരഥ പ്രയത്നം തന്നെയാണ് ഇയാളെ മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. മറ്റൊരു ഗൈഡ് കൂടി ഉണ്ടായിരുന്നു. അയാളടക്കം വനവകുപ്പ് വാച്ചർ കൂടിയായ ഇയാളടക്കമാണ് ഈ അപകടത്തിൽപ്പെട്ട അർജുനെ മുകളിൽ എത്തിച്ചത്.
പിന്നീട് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇയാളെ എത്തിച്ചിട്ടുണ്ട്. കാര്യമായ പരിക്കുകളിലേക്ക് സംഭവിച്ചിട്ട് ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. സൂര്യ. ശരി ജയൻ, വിവരങ്ങൾ നൽകിയതിന്. ഒരു കാൽ നോക്കിയിട്ട് നിങ്ങൾ വലിച്ചു പിടിച്ചാൽ മതി. അടന്ന് കുത്തി അടിന്ന് പിടിച്ചടാ. അടുത്ത സ്റ്റെപ്പിൽ കയ്യെ പിടിക്കണം. കയ്യിൽ ഒരിടവേളയ്ക്ക് ശേഷം ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്ത് വ്യാപകമാവുന്നു. ദേശമംഗലം ചങ്ങണാങ്കുന്ന് കടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വറവട്ടൂർ സെന്ററിന് സമീപത്ത് നിന്ന് പുഴമണലും ടിപ്പർ ലോറിയും പിടിച്ചെടുത്തത്. പോലീസിനെ കണ്ടതോടെ ഡ്രൈവറും സഹായിയും വാഹനം ഉപേക്ഷിച്ച് പുഴയിലേക്ക് ഇറങ്ങിയോടി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് SI ആന്റണി ക്രോംസൺ അരൂജ പറഞ്ഞു. തെരുവുനായ് ശല്യത്തെ തുടർന്ന് 2 ദിവസങ്ങളായി അവധി പ്രഖ്യാപിച്ചിരുന്ന ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പഠനം പുനരാരംഭിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെയാണ് സ്കൂളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിയത്. 8ഓളം തെരുവുനായ്ക്കളെ പിടികൂടിയതോടെയാണ് സ്കൂൾ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചത്. സ്കൂൾ പരിസരത്ത് തെരുവുനായ്ക്കൾ പ്രസവിച്ചതും വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണ ഭീഷണി ഉയർത്തിയതുമാണ് രക്ഷിതാക്കളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. തുടർന്ന് നായ്ക്കളെ പൂർണ്ണമായും പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലായിരുന്നു രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ കടിക്കുകയും പിന്നീട് ആ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പരിസരത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചതോടെ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. മായന്നൂരിലെ പാറപ്പുറം മാങ്കുളത്ത് 0.573 ഗ്രാം മെത്താഫെറ്റാമിനുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി നാട്യമംഗലം സ്വദേശി മുഹമ്മദ് അലിയാണ് പിടിയിലായത്. പഴയന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരള എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി മദ്യം മയക്കുമരുന്ന് കേസുകൾക്കെതിരെ ശക്തമായ നിയമ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലും വളരെ ശക്തമായ റെയ്ഡും മറ്റും നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി പഴയ റേഞ്ചിന്റെ പരിധിയിൽ ഈ മാസം 6ഓളം NDPS കേസുകളും 11ഓളം അബ്കാരി കേസുകളും കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇന്നേ ദിവസം മായന്നൂര് പാറപ്പുറം ഭാഗത്തു നിന്നും പട്ടാമ്പി സ്വദേശിയായ മുഹമ്മദ് അലിയുടെ കയ്യിൽ നിന്നും 0.573 ഗ്രാം മെത്താഫെറ്റമിൻ കണ്ടെടുത്ത് കേസാക്കിയിട്ടുള്ളതാണ്. കുന്നംകുളം പെരുമ്പില വക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി ഡ്രൈവർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ എറണാകുളം സ്വദേശി 49 വയസ്സുള്ള ജോർജ് P. ജോസഫാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പെരുമ്പ്രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറിയ ബസ് ലോറി ഉപയോഗിച്ച് പുറകോട്ട് വലിച്ച് കുടുങ്ങിക്കിടക്കുന്ന ഡ്രൈവറെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെയും നവജാത ശിശുവിന്റെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. എടമുട്ടം സ്വദേശിനി കൊല്ലാറ വീട്ടിൽ 28 വയസ്സുള്ള ജ്യോതിയെയും നവജാത ശിശുവിനെയുമാണ് ഇന്നലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു. പ്രസവത്തിനിടെയുണ്ടായ ആന്തരിക രക്തസ്രാവമാകാം യുവതി മരിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെളിയന്നൂർ റോഡിലുള്ള ലോഡ്ജിൽ മുറിയെടുത്തത്. യുവതിക്ക് മുറിയെടുത്ത് നൽകിയ ശേഷം സുഹൃത്ത് മടങ്ങിപ്പോയിരുന്നു. ഇന്നലെ സുഹൃത്ത് വീണ്ടും എത്തി വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് മുറി അകത്തു നിന്ന് പൂട്ടിയിട്ട നിലയിൽ കണ്ടത്. പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് യുവതിയെയും ചോരക്കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
തൃശൂർ ജൂബിലി അമല സ്വകാര്യ ആശുപത്രികളിലെ നഴ്സ് സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി ഇന്ന് ചർച്ച നടക്കും. തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. വൈകിട്ട് 5-ന് തിരുവനന്തപുരത്താണ് യോഗം. വേതന വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം 107 ദിവസം പിന്നിട്ടു. നേരത്തെ 2 തവണ മന്ത്രിതല ചർച്ച നടന്നുവെങ്കിലും തീരുമാനമായിരുന്നില്ല. ഞായറാഴ്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കർഷക തൊഴിലാളി യൂണിയൻ തൃശൂരിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ബി ഗ്രാംജി പദ്ധതി പിൻവലിച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളി യൂണിയൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂത്തോൾ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് BL ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PA പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AR കുമാരൻ, ശൈലജ അജയഘോഷ്, ഗീത രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ ആദ്യമായി നടന്ന ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. അയ്യന്തോളിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ അൽതാഫ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ ജില്ലയിലെ ആദ്യ ഹാൻഡ് ഹെൽഡ് റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ബ്രിട്ടീഷ് കമ്പനിയുടെ റോബോട്ട് ഉപയോഗിച്ചായിരുന്നു ശസ്ത്രക്രിയ. റോബോട്ടിക് സിസ്റ്റം സർജന് തത്സമയ വിവരങ്ങളും മാർഗനിർദ്ദേശവും നൽകുന്നതിനാൽ കൂടുതൽ കൃത്യത കൈവരിക്കാൻ സഹായിക്കുമെന്നതാണ് ഈ ശസ്ത്രക്രിയയുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. രോഗിയുടെ അസ്ഥിയുടെ ഘടന അനുസരിച്ച് ഇംപ്ലാന്റ് വളരെ കൃത്യമായി സ്ഥാപിക്കാനും ആവശ്യമായ അളവിൽ മാത്രം അസ്ഥി നീക്കം ചെയ്യുന്നതിനാൽ ആരോഗ്യകരമായ അസ്ഥി കൂടുതൽ സംരക്ഷിക്കപ്പെടുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദനയും വീക്കവും കുറയ്ക്കാനും മിക്ക രോഗികൾക്കും സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് താരതമ്യേന വേഗത്തിൽ മടങ്ങാൻ കഴിയുമെന്നതും പ്രത്യേകതകളാണ്. ഡോക്ടർ നിതിൻ, ഡോക്ടർ സിജി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ പാർക്കിന്റെ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് യുവമോർച്ച സൌത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ പാർക്കിന്റെയും നഗരസഭാ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് യുവമോർച്ച ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. പാർക്ക് കുട്ടികളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ നശിച്ചുകിടക്കുന്ന അവസ്ഥയിലാണ് യുവമോർച്ച കുറ്റപ്പെടുത്തി. ഭാരവാഹികളായ KM ലാൽ, NR ഹരിപ്രസാദ്, ആശിഷ T രാജ്, സുഗിൻ പടിയൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുല്ലശ്ശേരി സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് കർഷക തൊഴിലാളി പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷയായി. PK അരവിന്ദൻ, TK ചന്ദ്രൻ, KA ബാലകൃഷ്ണൻ, PA ഷൈൻ, ജനാർദ്ദൻ മണ്ണുമ്മൽ, ഷീല ചന്ദ്രൻ, TA ശങ്കരക്കുട്ടി എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതി, രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഒരു പദ്ധതി. കേരളത്തിന്റെ തനത് ക്ഷേത്ര കലാരൂപമായ ഓട്ടൻതുള്ളൽ ആദ്യമായി സ്കോട്ട്ലാൻഡിന്റെ ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക വേദികളിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു. ഓട്ടൻതുള്ളൽ ആചാര്യനും കലാകാരനുമായ മണലൂർ ഗോപിനാഥാണ് അവതരണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ മാസം 5-നും 12-നുമാണ് അവതരണം അരങ്ങേറുക. തുടർന്ന് ഈ മാസം 18-ന് ലണ്ടനിലും കലാപ്രകടനം അരങ്ങേറും. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3205 ഈ വർഷത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തൃശൂർ ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിലൂടെ 500-ൽ പരം ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ KB രാജഗോപാൽ, അസിസ്റ്റന്റ് ഗവർണർമാരായ വിഷ്ണു ഹരി, അമീഷ് കാർത്തികേയൻ, ബിജു അമ്പഴക്കോടൻ, രാജീവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവില്ലാമല പുനർജനി ഗാർഡൻസിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പ്ലോട്ട് ഓണേഴ്സ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ലെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ്, ട്രഷറർ കൃഷ്ണൻ ഉണ്ണി, സെക്രട്ടറി ജോയ് ഐമറ്റത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
തൊഴിലുറപ്പ് തൊഴിൽ മേഖലയെ തകർക്കുന്നതുൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് T പരമേശ്വരൻ അധ്യക്ഷനായി. S ബസന്തലാൽ, KM അഷ്റഫ്, OB സുബ്രഹ്മണ്യൻ, PN അനിൽകുമാർ, TK ശിവൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി ഇരട്ടക്കുളം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ആഗ്ര സ്വദേശി രൂപേന്ദ്ര സിംഗാണ് മരിച്ചത്. സെൻട്രൽ GST കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് കോളേജിലെ NSS യൂണിറ്റുമായും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഫ്ലെമി ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റീജ ജോൺസൺ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ R റോഷ്നി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് സിനോ സേവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്ലാസ് നയിക്കുന്ന ശ്രീ സിനോ സേവി, സീനിയർ NSSന്റെ മറ്റ് അധ്യക്ഷനും സൂചിപ്പിച്ചു. നമ്മുടെ ഈ സമൂഹം വളരെ ഇന്ന് അന്താരാഷ്ട്ര പഴദിനം. അപൂർവ ഫലവൃക്ഷങ്ങളുടെ വിസ്മയ ലോകം തീർത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചാലിശ്ശേരിക്കാരൻ പുലിക്കോട്ടിൽ ജിജു. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടവുമായി എറണാകുളത്തെത്തിയ ജിജു വടുതല ഗ്രീൻ ഗാർഡനിൽ താമസമാക്കിയ ശേഷമാണ് സ്വന്തം ഭൂമിയെ ഒരു അപൂർവ ഫലവൃക്ഷ ശേഖരമാക്കി മാറ്റിയിരിക്കുന്നത്. എറണാകുളത്ത് 3 ഇടങ്ങളിലായി 1/2 ഏക്കർ ഭൂമിയിലാണ് ജിജുവിന്റെ കൃഷിത്തോട്ടം. വിവിധ ഇനം റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, 15ലധികം മാവുകൾ, 10ലധികം പ്ലാവുകൾ, വ്യത്യസ്തങ്ങളായ ചാമ്പയ്ക്ക, അരിനെല്ലി, പേര, സപ്പോട്ട, നാരകം, വെളുത്ത ഞാവൽ, ഇങ്ങനെ നീളുന്നു ഫലവൈവിധ്യം. ഒരു കാലത്ത് രാജകൊട്ടാര വളപ്പുകളിൽ മാത്രം കൃഷി ചെയ്യാൻ അനുമതിയുണ്ടായിരുന്ന കൈപ്പൽ, ഒരു പഴം കഴിച്ചാൽ 2 മണിക്കൂർ വരെ പുളിയുള്ള ഭക്ഷണങ്ങൾ പോലും മധുരമായി അനുഭവപ്പെടുന്ന മിറാക്കിൾ ഫ്രൂട്ട്, പ്രമേഹ രോഗികൾക്ക് ഗുണകരമെന്ന് കരുതപ്പെടുന്ന മങ്കോട്ട ദേവ, മുള്ളാത്ത, ജംബോട്ടിക്ക, ബനാന മാങ്ങ, മൾബറി, ക്രാബ് ആപ്പിൾ, ബുഷ് ഓറഞ്ച്, ഡുക്കോങ് പഴങ്ങൾ തുടങ്ങി കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ തോട്ടത്തിലുണ്ട്. പുറത്തുനിന്ന് വിഷമടിച്ച മുന്തിരി വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ വീടുകളിലും നമുക്ക് വേണമെങ്കിൽ ഈ മുന്തിരി ഉണ്ടാക്കാം. വേപ്പിമിണ്ണാക്കും എല്ലുപൊടി ഇട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് പൂക്കും. വർഷത്തിൽ 2 പ്രാവശ്യം വരെ നമുക്ക് മുന്തിരി ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മള് ഓരോ കൊലകളും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്, കിളികളും മറ്റും കൊണ്ടുപോകാതിരിക്കാനായിട്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ജിജു കൃഷി ചെയ്യുന്നു. കൃഷിയിടത്തിൽ ജൈവ സൗഹൃദ രീതികളാണ് പിന്തുടരുന്നത്. ഭാര്യ ബിന്ദുവും മക്കളായ ബിസ്നിയും ജിസ്നിയും മരുമകൻ സുനിലും നൽകുന്ന പ്രോത്സാഹനമാണ് ഈ 57-കാരന് കൃഷിയോടുള്ള അർപ്പണബോധത്തിന് ശക്തി പകരുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 16 മുതൽ 22 വരെ നടത്തുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ജ്യോതിസ് കാത്തലിക് സെന്ററിൽ നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് J ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഉണ്ണികൃഷ്ണൻ, KS തമ്പി, KP കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KP ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ്, KK ശൈലജ, യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം KG പാറുക്കുട്ടി, ബ്ലോക്ക് ട്രഷറർ ബീന ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി.
KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് R വിശ്വനാഥൻ, സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ, ട്രഷറർ AS രാധാകൃഷ്ണൻ, സാംസ്കാരിക വേദി കൺവീനർ KB ബീന, ബ്ലോക്ക് കമ്മിറ്റി അംഗം KR കൈരളി തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമി തരംമാറ്റം സുതാര്യവും വേഗത്തിലും ആക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ അഴിമതി മുക്തമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് ആവശ്യപ്പെട്ടു. CV ഷാജി, CK യൂസഫ്, KM സേതുമാധവൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു. ക്യാൻസർ രോഗികൾക്ക് കേശദാനം നടത്തി സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ 9ാം ക്ലാസ്സുകാരനായ അൻസിലും 6ാം ക്ലാസ്സുകാരനായ അൻസാഫുമാണ് കേശദാനത്തിലൂടെ മാതൃകയായത്. തൃശൂർ അമല ആശുപത്രിയിലെ കേശദാനം സ്നേഹദാനം എന്ന പദ്ധതി മുഖേന ആണ് ഇവർ കഴിഞ്ഞ ദിവസം മുടി മുറിച്ചു ദാനം ചെയ്തത്. ഇതിനായി 2 വർഷത്തിലേറെ കാലം ഇവർ മുടി നീട്ടി വളർത്തിയിരുന്നു. കോടാലി വലിയകത്ത് സുനീറിന്റെയും ആബിദയുടെയും മക്കളാണ് ഇരുവരും. തളിക്കുളം കാരുണ്യ സേവാ ട്രസ്റ്റ് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അംബേദ്കർ വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ MK ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV രാജു ഒളരി അധ്യക്ഷത വഹിച്ചു. റജി ആനത്താരക്കൽ, വാസു വളാഞ്ചേരി, NR ജ്യോതിലക്ഷ്മി, MK കിരൺ, AJ ഭദ്രജ് തുടങ്ങിയവർ സംസാരിച്ചു. വരവൂരിൽ കോഴിക്കൂട്ടിൽ കയറിയ മലമ്പാമ്പ് കോഴിയെ വിഴുങ്ങി. വരവൂർ ചരൽ പിടികയിൽ അലിയുടെ വീട്ടിൽ നിന്നാണ് 6 അടിയോളം വലുപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. സർപ്പ വളണ്ടിയർ പ്രേംദാസ് പാമ്പിനെ പിടികൂടി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. അഞ്ചടില്ലേ? അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ നടത്തുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MV മുകേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KC രമേശ്, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KR പ്രജിത്ത്, KSKTU ജില്ലാ കമ്മിറ്റി അംഗം കോമളം രാജൻ, KC ഷൈജു എന്നിവർ സംസാരിച്ചു. വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിരുദദാന ചടങ്ങ് ശനിയാഴ്ച കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ കോഴ്സുകളിൽ വിജയകരമായി പഠനം പൂർത്തിയാക്കിയ 556 വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. പ്രമുഖ വ്യവസായി സോഹൻ റോയ് മുഖ്യാതിഥിയാകും. VICT ചെയർമാൻ ഗിരീഷ് കുമാർ മാലിട്ടിരി അധ്യക്ഷത വഹിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ ബി പ്രേമാനന്ദൻ, ഡോക്ടർ രാകേഷ് ഹരി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ SD സാന്റുമോൻ, PV ബിജു എന്നിവർ പങ്കെടുത്തു. അജിത് കുമാർ വട്ടേക്കാട്ടിന്റെ പുതിയ നോവൽ വ്യൂ മാസ്റ്ററിന്റെ പ്രകാശനം കേരള സാഹിത്യ അക്കാദമിയിലെ വൈലോപ്പിള്ളി ഹാളിൽ നടന്നു. അധ്യാപികയും എഴുത്തുകാരിയുമായ TS ദീപ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരൻ റഫീഖ് പട്ടേരി പുസ്തകം ഏറ്റുവാങ്ങി. വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് പൂമല, സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഡയറക്ടർ ഹംസ M അലി, മാധ്യമപ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പടവരാട് സെന്റ് തോമസ് ദേവാലയത്തിലെ മാർ തോമസ് ലീഹായുടെ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ചയും ഇടവക സ്ഥാപന ഗോൾഡൻ ജൂബിലി സമാപനം ഞായറാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ട്രെജൻ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം അതിരൂപത സഹായ മെത്രാൻ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പടവരാട് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനർ ജോളി ചിറയത്ത്, കൈകാര്യന്മാരായ ജോബി പെരുമ്പിള്ളി, വില്യം മേലേത്ത്, സിജോ ജോസ്, ബെന്നി മുത്തിപ്പിടിക എന്നിവർ പങ്കെടുത്തു.
അരിമ്പൂർ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. AUPS സ്കൂളിനു മുന്നിൽ ആരംഭിച്ച ചന്ത അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P റിങ്കു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ നെട്ടയിൽ, കൃഷി ഓഫീസർ സ്വാതി സ്വാബു, സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് KK മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം അനുമോദിച്ചു. സ്വാതി സുരേഷ്, വിജയ വത്സൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് വിശ്വനാഥ് വരവൂർ അധ്യക്ഷത വഹിച്ചു. ഭക്തവത്സലൻ, ബഷീർ, ബീന ഗോപൻ, നജീബ്, സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ഡെഫ് സ്കൂളിൽ വേൾഡ് മലയാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ സ്റ്റേറ്റ് ട്രഷറർ ബിനോയ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് HS4 ഡെഫ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഡോക്ടർ സിത്താര അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ VHSE പ്രിൻസിപ്പാൾ വിപിൻ P ചന്ദ്രൻ, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് പാറമേൽ, VC മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി എന്നും നമ്മുടെ അവസരങ്ങളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികളെ തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അനുമോദിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ചലച്ചിത്ര സംവിധായകൻ ടോം ഇമ്മട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ രക്ഷാധികാരി മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ അബി പോൾ, കോർപ്പറേഷൻ കൌൺസിലർ ബൈജു വർഗീസ്, കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ OU ജിൻസി, PTA പ്രസിഡന്റ് KB ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടൻ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മണലൂർ MLA ആയിരുന്ന PA മാധവന്റെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാളുകളും മണ്ണ് പരിപാലനം, ഇടവിള കൃഷി, ശാസ്ത്രീയ പച്ചക്കറി കൃഷി തുടങ്ങി വിവിധ ക്ലാസുകളും കലാപരിപാടികളും 2 ദിവസങ്ങളായി നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, കൃഷി ഓഫീസർ നീതു ബി നായർ, മുഹമ്മദ് ഹബീബ്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർമാരെ ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KK അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TN അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് വേലൂർ സെന്റ് സേവിയേഴ്സ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർ MS റോസ്ലിൻ, ഡോക്ടർ P റിംസി, ഡോക്ടർ B ഷാര എന്നിവരെയാണ് ആദരിച്ചത്. പ്രധാന അധ്യാപകൻ C ജോൺ ആന്റണി, PTA പ്രസിഡന്റ് വിജോയ് തലക്കോടൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപകുമാർ, അധ്യാപകരായ സിജി, ബീന, MF സൈമൺ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി താന്യം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. പ്രസിഡന്റ് ആൻഡോ തുറയൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ, ഡോക്ടർ മനു, ഡോക്ടർ നസീറ എന്നിവരെ ആദരിച്ചു. സൊസൈറ്റി സെക്രട്ടറി പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊടകരയിലെ ഡോക്ടർ TG ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് അനിൽ വടക്കേടത്ത്, സെക്രട്ടറി MR ആംസൺ, P രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു.
കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവിന്റെ മാതൃകാ പ്രദർശനം കുട്ടികൾക്ക് അത്ഭുതമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഫാൻസി സുബിരാജ് അധ്യക്ഷയായിരുന്നു. ജിതിൻ ഇരിങ്ങാലക്കുട കുട്ടികൾക്ക് തിമിംഗല സ്രാവിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സജീന്ദ്രമോഹൻ, പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,905 രൂപ, പവന് 1,03,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അന്തരിച്ച മുൻ MLA PA മാധവന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം നാളെ. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ചു. 19 കിലോഗ്രാം LPG സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ മിനി മാസ്റ്റർ ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. ലൈറ്റ് കാറ്റിൽ നിലംപതിച്ചിട്ട് 1 വർഷത്തിലേറെയായി. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധന വില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവച്ചു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം. തൃശൂർ കുന്നംകുളം റോഡ് പുറ്റേക്കരയിൽ അപകടങ്ങൾ തുടർക്കഥയാകും. തൃശൂർ ജില്ലയ്ക്ക് ഇന്ന് 77ാം പിറന്നാൾ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഭാവിയുടെ വികസന സാധ്യതകളിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കി നാട്. ഇക്വഡോറിനെ വീഴ്ത്തി മെക്സിക്കോയും സ്വീഡനെ തകർത്ത് ഫ്രാൻസും ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. ഇന്നത്തെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.